God bless you. Yeah. ഇന്ന് മലയാളത്തിനകത്താണ് പറഞ്ഞത്. ഇംഗ്ലീഷ് ഞാനത് പ്രിപ്പയർ ചെയ്ത്. I didn't prepare to preach in English. Praise the Lord. Hallelujah. One of the pastor from Nigeria wanted to supposed to join. There's some net connection, could not join. So I'm preaching in Malayalam today. Praise the Lord. Hallelujah. The pastor, Nigerian join ചെയ്യുന്ന pastor ഓൺലൈൻ പ്രശ്നം കാരണം ജോയിൻ ചെയ്ത് ഡിസ്കണക്ട് ആയി. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ പാട്ടിന്റെ കണ്ടിന്യൂഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് പറയുന്നത് ബിബ്ലിക്കൽ ട്രൂത്ത്, ദ പവർ ആൻഡ് അതോറിറ്റി ഓഫ് ദ വേർഡ്. അതിൻ്റെ ഇടയ്ക്ക് ബൈബിൾ വേർഡ്സ് ഇംഗ്ലീഷ് വായിക്കാണ്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് പറയുന്നത്. നമുക്ക് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ആ കർത്താവിന്റെ വചനത്തിന്റെ ആ പവർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പവർ ആൻഡ് അതോറിറ്റി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Glory be to God. Hallelujah. Glory be to God. ഇതിൽ പറയുന്നത് വെച്ചാല് നമ്മള് കർത്താവിന്റെ വചനത്തിന് ശക്തിയുണ്ട്. കർത്താവിന്റെ വചനം ശക്തിയുള്ള വചനമാണ്. നമ്മൾ എവിടെ കർത്താവിന്റെ വചനം ഉപയോഗിച്ചാലും അവിടെ കർത്താവ് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അവർ ഗോഡ്സ് വേർഡ് ഇസ് എ പവർ. There is a power in the word. Even if you are using this word by your mistake, our God, there is a power in the word. Our God will act, do something for you. Praise the Lord. Hallelujah. If our God cannot do anything in your life, that means your life is sinful life. You are away from the Lord. Praise the Lord. അതാണ് നമ്മൾ കർത്താവിന്റെ വചനം നമ്മൾ എവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാലും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും, അടയാളങ്ങൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇത് കർത്താവിന്റെ വചനം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും അവിടെ ചിലപ്പോൾ നമുക്ക് ഒന്നും അത് അഫക്റ്റ് ആയില്ല എങ്കിൽ അതിന്റെ അർത്ഥം, പ്രൈസ് ദി ലോർഡ്, നമ്മൾ നമ്മുടെ ഹൃദയത്തെ നമ്മൾ പരിശോധിക്കണം. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർക്കെതിരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ഫൊർഗീവ് ചെയ്യണം. റിയൽ റിപ്പൻറ്റൻസിലേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. ആർക്കെങ്കിലും എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ട് കർത്താവ് രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് ഒന്നും ചെയ്യാനായിട്ട് വരത്തില്ല, കർത്താവിന് പെടത്തില്ല. കാരണം പരസ്പര സ്നേഹം കർത്താവ് പറഞ്ഞതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരസ്പര സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നിന്ദിക്കുന്നവര് നമ്മളിപ്പോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ച് നമ്മളിപ്പോ ഏത് സമയം ഉദ്രവിക്കുന്ന ആൾക്കാരെ എടുത്ത് നമ്മൾ ലോകീയർത്താനം പറയാൻ പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉള്ളിൽ കയ്പ് വെച്ചോണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പറയുന്നത്. അതും Gospel John chapter 1 verses 1 ഇതിൽ പറഞ്ഞ in the beginning was a word and the word was with God and the word was God.
Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Glory be to God. Hallelujah. You can pray to the Lord to get the connection properly, the proper connection. To get the proper connection, you can pray to the Lord. Praise the Lord. Hallelujah. അപ്പൊ ഇതില് ആദ്യ കണക്ഷൻ ഡിസ്കണക്ട് ആയി. നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിൽ ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞാല് the biblical truth, the power and authority of the word. Praise the Lord. കർത്താവിന്റെ വചനത്തില് വചന അടിസ്ഥാനത്തിൽ ശക്തിയുണ്ട്. ശക്തിയുള്ള വചനമാണ് കർത്താവിന്റെ വചനം. അത് ജീവിക്കുന്ന ജീവന്റെ വചനമാണ് കർത്താവിന്റെ വചനം. Praise the Lord. Hallelujah. Glory be to God. Hallelujah. അപ്പൊ എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും പറയാനുള്ളത്, നമ്മൾ എവിടെ കർത്താവിന്റെ വചനം എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാലും അവിടെ ശക്തിയുണ്ട്, അവിടെ അധികാരമുണ്ട്, അവിടെ പവറുണ്ട്. അത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ യോഹന്നാന്റെ ശേഷം 1 അധ്യായം 1 വാക്യം. Gospel John chapter 1 verses 1. I'm reading in English and Malayalam. Praise the Lord. Hallelujah. Gospel John chapter 1 verses 1 to 3. ഇതിൽ പറഞ്ഞ in the beginning was the word and the word was with God and the word was God. Praise the Lord. The same was in the beginning with God. And all things were made through Jesus Christ, through him. Praise the Lord. And without him was not anything made that has been made. ഇതിൽ പറഞ്ഞു വെച്ചാല് ആദിയിൽ വചനം ഉണ്ടായിരുന്നു. Praise the Lord. Hallelujah. ആ വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. Praise the Lord. അവൻ ആദിയിൽ ദൈവത്തോട് കൂടിയായിരുന്നു. സകലവും അവന് മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. Praise the Lord. എല്ലാ വചനവും യേശു ക്രിസ്തുവിനാലാണ് ഉണ്ടായത്. Praise the Lord. Hallelujah. Glory be to God. എല്ലാ വചനവും യേശു ക്രിസ്തുവിലൂടെയാണ് വചനം ഉണ്ടായത്. Praise the Lord. അതുകൊണ്ട് തന്നെ നമ്മൾ കർത്താവിന്റെ വചനം ഉപയോഗിക്കുമ്പോൾ അവിടെ ശക്തിയുണ്ട്. When you are using the God's word in our tongue, there is a power. Praise the Lord. Hallelujah. This is what I want to say to everybody. Praise the Lord. Let me check everything. Working is all right. Praise the Lord. Connection is disconnecting. It's the first time it's happening. Praise the Heavenly Father, in the name of Jesus Christ. Apply the blood of Jesus Christ in all the online social media in the name of Jesus Christ. Every evil spirit attack in the name of Jesus Christ, I bind, I cast out right now in the name of again. In the name of Jesus Christ. Amen. ഇത് പറഞ്ഞാല് അപ്പം നമ്മൾ കർത്താവിന്റെ വചനം നമ്മൾ എവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാലും അവിടെ ശക്തി ഉണ്ടെന്നാണ് കാണിക്കുന്നത്. Praise the Lord. Hallelujah. കർത്താവിന്റെ വചനത്തിന് ശക്തിയുണ്ട്. Praise the Lord. Hallelujah. അന്ന് ഹെബ്രായ ലേഖനം 4 അധ്യായം, Hebrew chapter 4 verses 12. In this Bible saying, reading in English and Malayalam, for the word of God is living and powerful and sharper than any two-edged sword, piercing even to the division of soul and spirit and of joints and marrow. Praise the Lord. Marrow, and is a discerner of the thoughts and intents of the heart. Praise the Lord. Hallelujah. Verses 13 Bible says, and there is no creature hidden from his sight, but all things are naked and open to the eyes of him to whom we must give account. ഇതിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുതല വായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. Praise the Lord. Hallelujah. കർത്താവിന്റെ വചനത്തിന്റെ ശക്തി, ദൈവവചനത്തിന്റെ ശക്തി. Praise the Lord. Hallelujah. So all the people, those always you should have some promise words in your heart. You should learn, you should study, you should remember from your heart, you should learn by heart. Praise the Lord. Hallelujah. So that you have to remember that one. You have to keep it in your mind. Praise the Lord. Whenever you are getting evil spirit attack, we have to use that promise word
from your tongue we have to declare the promised words in favor of you. Praise the Lord. That time devil will flee from you because you are obeying the God. You are submitting yourself to the Lord. Praise the Lord. The person also submitting to the Lord, to themselves, praise the Lord, hallelujah, to the Lord, then what is going to happen? Our God will protect you. That means devil will go away from you. അതാണ് പറയുന്നത്. നമ്മളെ ദൈവത്തിന് നമ്മളെ തന്നെ സബ്മിറ്റ് ചെയ്യുമ്പോൾ സാത്താന്യ ലോകം നമ്മളെ വിട്ടുമാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അതിന് എതിരായിട്ട് വന്നു വലിയ പ്രശ്നങ്ങൾ വരും. നല്ലപോലെ വരുന്ന പ്രശ്നങ്ങൾ. ഈ 2024 എന്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അതുപോലെ പ്രശ്നങ്ങളുടെ വേഷമായിരുന്നു. എങ്ങനെ കഴിഞ്ഞുപോയി എന്നത് അത് എനിക്ക് തന്നെ അതിശയം വരും. പ്രൈസ് ദി ലോർഡ്. ആ രീതിയിൽ കർത്താവ് പ്രൊട്ടക്ട് ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. If you are believing God, praise the Lord. That means I was saying my testimony. Praise the Lord. It is not testimony. My testimony is going to come. That will be a big testimony. I have to write a book. Praise the Lord. So that according, that one, this year of 2024, I was facing lots of time in my life. Lots of things came and happened in my life. I don't know how I could able to survive everything, but by the grace of God, I could able to survive everything because our God is with you. Our God was with me. Praise the Lord, hallelujah. അതാണ് പറയുന്നത്. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ എത്രമാത്രം ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അതിൽ നിന്നെല്ലാം പുറത്തു വരുവാൻ കർത്താവ് നമുക്ക് ശക്തി തരും. അതിൽ നിന്നെല്ലാം പുറത്തു വരുവാനായിട്ട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൽ നിന്നെല്ലാം പുറത്തു വരുവാനായിട്ട് കർത്താവ് നമുക്ക് ബലം തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം നമ്മൾ വിശ്വസിക്കുന്നത് ജീവനെയോ മണ്ണിനെയോ അല്ല, നിത്യം ജീവിക്കുന്നവനായ ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനായിട്ടുള്ളത്, യേശുക്രിസ്തുവിന്റെ വചനം ആര് കയ്യിലെടുത്തിട്ടുണ്ട് അവരാരും രചിക്കുവാൻ ഇന്നല്ലേ നാളെ കർത്താവ് നമ്മളെ മാനിക്കും. ഏതെങ്കിലും കർത്താവ് നമ്മൾ ഏതെങ്കിലും രീതി കർത്താവ് നമ്മൾ ഓർക്കും. നമ്മളെക്കുറിച്ച് കർത്താവ് ഒരു ഓർമ്മ വരുന്ന ഒരു ദിവസം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. അതാണ് ബൈബിളിനകത്ത് പറയുന്നത്. യോസഫിനെ ഓർത്ത ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യാക്കോവിനെ അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദത്തം ഓർത്ത് യാക്കോവിനെ ഓർത്ത ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇസഹാക്കിനെ ഓർത്ത ദൈവം ക്ഷാമകാലത്ത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. Then when you are reading book of Genesis, then our God remembered Abraham and delivered all the children of Israel up to the 430 years later from the land of Egypt to the promised land. Praise the Lord, hallelujah. And also our God remembered the covenant which he had made with Abraham. Praise the Lord, hallelujah. So that he was delivered Jacob from his famine time, and he was remembering Isaac. Praise the Lord, hallelujah. And David. And we know that in all the generations, all the characters in the Old Testament, praise the Lord, hallelujah, in the tribes, we can see that one. Our God was helping these people, praise the Lord, because of he was remembering his covenant which he had made with Abraham. Praise the Lord. അബ്രഹാത്തിന് കൊടുത്ത ആ കവനന്റ്, ആ വാഗ്ദത്തം ഓർത്ത്, പ്രൈസ് ദി ലോർഡ്, കർത്താവ് അബ്രഹാത്തിന്റെ തലമുറയിൽപ്പെട്ട എല്ലാവരെയും വൺ ബൈ വൺ ആയിട്ട് അവർ തെറ്റ് ചെയ്യും, അവർക്ക് ശിക്ഷ കൊടുക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദാവീദ് തെറ്റ് ചെയ്തു, ശിക്ഷ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വന്തം മകന്റെ അടുത്തുനിന്ന് ഓടിപ്പോണ്ടായിട്ട് വന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നീട് കർത്താവ് തിരിച്ചു കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്, അത് വേറെ കാര്യം. തിരിച്ചു കൊണ്ടുവന്നു. എങ്കിലും അബ്രഹാത്തിന് കൊടുത്ത കവനന്റ് കർത്താവ് ഓർത്തു. പൂർണ്ണമായിട്ടും ആ ദാവീദ് ഗ്രഹത്തെ കർത്താവ് നശിപ്പിച്ചില്ല. നമുക്കറിയാം സോളമൻ രാജാവ് വന്നു. പ്രൈസ് ദി ലോർഡ്. തുടർമാനമായിട്ട് നമുക്കറിയാം മൊത്തമായിട്ട് കർത്താവ് നശിപ്പിക്കാൻ ഇടവന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ കർത്താവ് കൊടുത്ത വാഗ്ദത്തത്തെ ഓർത്തുകൊണ്ട്. So in the New Testament you are reading, through Jesus Christ, our God is giving all the promises which he had made with Abraham. Praise the Lord, hallelujah. That all the promises of our Heavenly Father, it is coming through Jesus Christ to you and me. Praise the Lord, hallelujah. You are getting, I am getting all the promises, whatever our God has promised to Abraham. Praise the Lord, hallelujah. അതാണ് നമ്മളെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടണം എന്ന് കർത്താവിന്. എൻ്റെ വീട്ടിലെല്ലാവരോടും ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാനായിട്ട് പറഞ്ഞു. Praise the Lord, hallelujah.
അവർ കേട്ടാലും കേട്ടില്ല എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ ആർക്കും വിളിക്കാറുമില്ല, അവരും വിളിക്കാറ്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അപ്പം രക്ഷാവചനം എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അപ്പൊ കേൾക്കണേ കേൾക്കാം. അപ്പൊ എന്റെ നാട്ടിൽ നിന്ന് ആര് വിളിക്കുവാണെങ്കിലും പ്രൈസ് ലോർഡ് ആദ്യം പറയുന്ന രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്ന കാര്യത്തെ പറ്റി ഞാൻ സംസാരിക്കും. രണ്ടാമത്തെ കാര്യം പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അപ്പം അത് കഴിയുമ്പോൾ അവർ വളരെ ദേഷ്യപ്പെട്ടവർ പോകും. കുറെ ആൾക്കാർ ദേഷ്യപ്പെടും, കുറച്ചുപേര് ദേഷ്യപ്പെടത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിയുമ്പോൾ അന്ധകാരശക്തിയിൽ സമ്മതിക്കത്തില്ല. ബിംബാരാധന പറ്റത്തില്ലാന്ന് ഞാൻ പറയും. മാതാവിനോട് പ്രാർത്ഥിക്കില്ലെന്ന് ഞാൻ പറയും. വിശുദ്ധന്മാരുടെ ബിംബം വെച്ച് പ്രാർത്ഥിക്കില്ലെന്ന് ഞാൻ പറയും. സത്യ ആരാധനയിലേക്ക് വരണമെന്ന് ഞാൻ പറയും. ഈ കുർബാന നാടകവും ഒഫീസ് നാടകവും മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പൈസയുള്ള ആൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും. റെക്കമെൻഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പൈസയുള്ളവർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന രീതിയിലാണ് കത്തോലിക്ക സഭയിൽ പ്രൈസിലോ ഞാൻ കണ്ടു വളർന്നു. സഭേനെ കുറ്റം പറയുമല്ല, അങ്ങനെ അവിടെ നടക്കുന്നത്. പ്രൈസിലോ അങ്ങനെ പറ്റത്തില്ല. എഫെസ്യർ ലേഖനം 1-ാം അധ്യായം അതിൽ 3-ാം വാക്യം വരെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞു. That is book of Ephesians chapter 1 verse 3 Bible says we are blessed with all the spiritual blessings in Christ Jesus. അനുഗ്രഹത്തിന് വേണ്ടി നേർച്ചയിടാൻ പോകേണ്ട ആവശ്യമില്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിൽ കയറ്റേണ്ട പൈസ കൊടുക്കേണ്ട കാര്യമില്ല. That means book of Romans chapter 8 verses 1 Bible is saying, praise the Lord, there is no condemnation those who are in Christ Jesus. Praise the Lord. There is no condemnation for them. That means they themselves they could able to come out from the from the condemnation. Praise the Lord. And they could able to receive by the blood of Jesus Christ heavenly places. Praise the Lord. They are in the heavenly place. The people, those who are born again and baptized, you are seated in the heavenly places. Praise the Lord. The book of Ephesians chapter 2 Bible says we are the family members of the Lord. Praise the Lord. നമ്മളെ വിശുദ്ധരുടെ സഹപൗരന്മാരും ദൈവജനത്തിലെ ദൈവഭവനത്തിലെ അംഗങ്ങളും അത്രേ എന്ന് എഫെസ്യർ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നു. Praise the Lord. Hallelujah. Glory be to God. Hallelujah. Glory be to God. Jesus Christ. Praise the Lord. Hallelujah. That the book of Hebrews chapter 4 verse 13 Bible saying, and there is no creature hidden from his sight, but all things are naked and open to the eyes of him to whom we must give account. ഇതിൽ പറഞ്ഞേ അവന് മറച്ചിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന്റെ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകും നമുക്ക് കാര്യമുള്ളത്. കർത്താവിന്റെ മുമ്പിൽ ഒരു വേർതിരിവും നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ മുമ്പിൽ നമ്മുടെ ഒരു കാര്യം വിലപ്പോകത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് എല്ലാം കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടുകളും പരീക്ഷകളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെല്ലാം കർത്താവിന് സ്തോത്രം ചെയ്യണം. Whenever you are facing the famine time, the difficult situations, the jobless problems, when you are suffering the sickness in your life, what you are today from our side, praise the Lord, you should not murmur anything. You should not say, I should not say anything against God. What you have to say, we have to give the thanks and praise to the Lord. What you have to do, we have when the time when you are facing the greatest trouble, we have to raise our hand and declare our faith in Jesus Christ. We have to remember that the miracle, whatever God has done in your past life, we have to say from your mouth each and every miracle and glorify in the name of Jesus Christ. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കരങ്ങൾ ഉയർത്തി നമ്മൾ ദൈവത്തിന് സ്തോത്രം പറയണം. കഴിഞ്ഞ കാലത്ത് നമ്മളെ നടത്തിയ ദൈവത്തിന് നമ്മൾ നന്ദി പറയണം. കഴിഞ്ഞ കാലത്ത് നടത്തിയ ദൈവം ഇപ്പോഴും നമ്മുടെ ബുദ്ധിമുട്ടിൽ നമ്മളെ നടത്തുവാൻ ശക്തനാണ് എന്ന് നമ്മൾ വാഗോണ്ട് നമ്മൾ ഏറ്റുപറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ അത്തരങ്ങളുടെ ഫലം ഒന്ന് സ്തോത്രയാഗം അർപ്പിക്കണം. അത് നമ്മളിപ്പോ നമുക്കറിയാം. സെക്കൻഡ് സാമുവേൽ ഏതാണ് പറയുന്നത് അതൊന്ന് വായിക്കുന്നതിന് മുമ്പായിട്ട് ജെയിംസ് ചാപ്റ്റർ 1 verses 5 ഇതിൽ പറയുന്നത്, ബ്ലസ്ഡ് ഇസ് എ മാൻ ദാറ്റ് എൻഡ്യൂർ ടെംപ്റ്റേഷൻ, ഫോർ വെൻ he hath been approved he shall receive the crown of life which the Lord promised to them that love him. ഇതിൽ പറഞ്ഞു വെച്ചാൽ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പരീക്ഷ. ഇന്ന് കാണുന്ന ബുദ്ധിമുട്ടുകളൊന്നും അല്ല. ഇതിൽ നിന്നെല്ലാം നമ്മൾ പുറത്തു വരും. ഇതിൽ നിന്നെല്ലാം കർത്താവ് നമുക്കൊരു ഉയർച്ച തരും. ഈ ബുദ്ധിമുട്ടിൽ നിന്നെല്ലാം കർത്താവ് നമുക്കൊരു എന്താ ഒരു മിനിറ്റ് ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ
Glory be to God. Hallelujah. നമ്മള് ഇതിൽ നിന്നെല്ലാം നമ്മൾ പുറത്തു വരും. ഇതിൽ നിന്നെല്ലാം കർത്താവ് നമുക്ക് ഒരു ഉയർത്തി തരും. ഇതിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ മാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മള് കർത്താവിനുള്ള വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കണം. എത്ര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും ഈ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ഈ ദൈവം എന്നെ സഹായിക്കും എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. അങ്ങനെ ഉണ്ടാകത്തോളം കാലം ഈ ദൈവത്താൽ നമ്മൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യാനായിട്ട് വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുര്യൻ ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഇത് പറഞ്ഞാല് പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നതെന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളായി പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് പരീക്ഷിക്കപ്പെടുകയാലാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. God cannot be tempted with evil and he himself tempt no man. That's what saying. Our God is a good God. God cannot be tempted with evil. Praise the Lord. God cannot do any of the evil things your life and my life. Our God is always, that one thinking. Our God, you and me should walk as a victorious person in this world. This is a will of God. Praise the Lord. Hallelujah. So the people, those who are watching online, whenever you are facing the famine time, any of the things, whatever it is coming against your life, what you have to think it over. You have to think it over. It is coming from the devil. Any of the things, whatever it is coming against your life, that time what you have to do it, we have to come and stand in front of the Lord and ask to the Lord to get more grace from God. Praise the Lord. What is a God's grace? The things you cannot able to overcome. By the grace of God, by the God's power, you will get an ability, God's ability, to defeat the work of the devil. Praise the Lord. Hallelujah. By your hand. That means by your spirit. Praise the Lord. Hallelujah. This is God's ability, not your ability, not my ability. അതാണ് ഞാൻ പറയുന്നത്. പഴയ നിബന്ധന വായിക്കുവാണെങ്കിൽ ദാവീദ് രാജാവ് നമുക്കറിയാം, ഫെലിസ്ത്യ സൈന്യത്തെ മൊത്തം തകർക്കാനായിട്ട് നമുക്ക് ഫെലിസ്ത്യ സൈന്യങ്ങൾ മൊത്തം ദാവീദിന് ചുറ്റും ഒന്നിച്ചുകൂടി. ദാവീദിന് ചുറ്റും ഒന്നിച്ചുകൂടി. ആ സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഫെലിസ്ത്യ സൈന്യത്തിന് ദാവീദിന്റെ എബിലിറ്റിയിൽ പോയി തകർക്കാൻ പറ്റിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ ദൈവമാണ് എന്റെ ബലമെന്ന് പറഞ്ഞു ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദാവീദ് കർത്താവിന്റെ ശക്തിയാൽ ഫിലിസ്തീൻ ആർമിയെ പരാജയപ്പെടുത്തി. When all the Philistines came and stand in front of the children of Israel, then what that King David did. King David, that time he was not king. He was an anointed person by the Samuel and by the power of the Holy Spirit. Praise the Lord. Hallelujah. Samuel anointed him. Prophet Samuel, praise the Lord. Hallelujah. Anointed him, that one by the Heavenly Father. Praise the Lord. Hallelujah. Then what happened? When he received this anointing oil, he could able to defeat his enemies, not only the Philistine enemies, but in the forest, the lions and bears, he could able to destroy and kill them, all these animals. Not because of his power, but it was a power by the Holy Spirit, power of God. Praise the Lord. Hallelujah. അതാണ് പറയുന്നത്. ഇന്ന് നമ്മൾ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തിലേക്ക് വരണം. നമ്മൾ അന്യഭാഷ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് നേരിട്ട് സംസാരിക്കുമ്പോൾ ഈ ദൈവം തന്നെ നമ്മുടെ ശത്രുക്കളെ തകർക്കുവാനായിട്ട് നമ്മളെ സഹായിക്കും. This God itself will come and help you to defeat, praise the Lord, all the evil spirit power. Praise the Lord. Hallelujah. Glory be to God. നമുക്ക് ഇത് 2 സാമുവേൽ 4 അധ്യായം വായിക്കാണ്ട്. I would like to read the 2 Samuel chapter 4. ഇതിൽ പറയുന്നത് വെച്ചാൽ 2 Samuel chapter 4 or 5, chapter 4 verses, chapter 5 verse 10. ഇതിൽ പറയുന്നത്, and David waxed greater and greater, for Lord the God of hosts was with him. അത് ന്യൂ കിങ് ജെയിംസ് വേർഷൻ ബുക്ക് 2 Samuel 5 വേഴ്സസ്. ഇത് പറഞ്ഞ സൈന്യങ്ങളുടെ യഹോവയായ ദൈവമായ യഹോവ തന്നോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 Samuel 5 verses 10.
I would like to read the New King James Version. Praise the Lord. Hallelujah. 2 Samuel 5. Glory be to God. Hallelujah. Glory be to God. 2 Samuel 5 verses 10. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, so David went on and became great, and the Lord God of hosts was with him. Praise the Lord. By the power of the Holy Spirit, David could able to become a greatest person. Praise the Lord. He was a rejected person. He was a rejected person from his family members, from his mom and dad. He was looking at the sheep in the wilderness. But our God has seen his heart. Bible saying the God was with David. Praise the Lord. Hallelujah. Because of this reason, King David became great. Praise the Lord. Greatest person, great and great. Praise the Lord. The Lord of hosts was with him. ദൈവം കൂടെ ഉള്ളതുകൊണ്ട് നമുക്കറിയാം ദാവീദ് വലിയവനായി. ദൈവം കൂടി ഉള്ളതുകൊണ്ട് ശിഷ്യന്മാർക്കെല്ലാം കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ പറ്റി. Praise the Lord. Hallelujah. After the death and resurrection of Jesus Christ, all the disciples, they were so much afraid. They were praying to the Lord, book of Acts chapter 2, to receive the power and anointing from the Holy Spirit. They were worshiping Lord to get the anointing and power, including Mother Mary. 120 people received the anointing and power from the Holy Spirit. Praise the Lord. Hallelujah. After that, Apostle Peter, praise the Lord, by the leadership of Apostle Peter, by the power of the Holy Spirit, praise the Lord, they were preaching the gospel in Jerusalem. 3,000 men, the thousands of thousand people got saved. Praise the Lord. Hallelujah. Because our God was with them. Praise the Lord. നമുക്കറിയാം ബൈബിൾ വായിക്കണം. നമുക്കറിയാം കർത്താവ് ഉയർത്തിയതിനു ശേഷം എല്ലാ ശിഷ്യന്മാരും ആ പാടെ, നമുക്കറിയാം മരണശേഷം എല്ലാവരും ആ പാടെ പേടിച്ച് വിറച്ചിരിക്കുന്ന അവസരം. അത് കഴിഞ്ഞ് നമുക്കറിയാം എല്ലാവരും, അപ്പൊ കർത്താവ് ഒരു കമാൻഡ്മെന്റ് കൊടുത്തു, ജെറുസലേമിൽ നമ്മൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിൽ ശക്തി വരും. കർത്താവിന്റെ വചനം വെളിപാട് നമ്മൾ പ്രാർത്ഥനയിൽ കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് സംസാരിക്കും, നമ്മൾ പ്രാർത്ഥനയിലൂടെ സംസാരിക്കും, ചിന്തകളോടെ സംസാരിക്കും, നമുക്ക് ഇൻസ്പിറേഷൻ വഴി സംസാരിക്കും, ബൈബിളിലൂടെ സംസാരിക്കും, വിഷനിലൂടെ സംസാരിക്കും, ഡ്രീംസ് സ്വപ്നങ്ങളിലൂടെ കർത്താവ് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. There are different ways our God is talking to you. Praise the Lord. The first way you can see that one by thoughts, you will get it. Praise the Lord. You will get inspiration in your heart. You can see in your heart what our God is saying, and you will get a vision directly from the Lord. You will get a dream in the time of sleeping. By the word of God, our God can be able to talk. Lots of ways our God can be able to speak to you today. Praise the Lord. Hallelujah. So that what you have to do it, whenever you are facing the greatest trouble, we have to come back to the Lord. We have to listen to the word of God, read the Bible, repeat the promised words. What are the promised words? It is written in the Bible for you and me. You have to repeat from your mouth. അതാണ് പറയുന്നത്. നമ്മൾ കർത്താവിന്റെ വചനം നമ്മൾ വാക്കുകൊണ്ട് റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ എത്രമാത്രം റിപ്പീറ്റ് ചെയ്യുന്നു, എതിരാളികളുടെ കോട്ട തകർക്കും. മനുഷ്യനോട് ഞാൻ കർത്താവിന്റെ നമ്മൾക്കെതിരെ പ്രവർത്തിക്കുന്ന ശത്രുക്കൾ എത്ര പ്രാർത്ഥിച്ചാലും നടക്കുന്നത്. കർത്താവ് നമ്മുടെ ഹൃദയം നോക്കും. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. Our God will always look at your heart, how your heart is it pure or not. Praise the Lord. If you are doing something against anybody, praise the Lord, and coming and asking in front of the Lord, oh God, save me, our God cannot do anything for you, because there is a heavenly principle. You have to love each other. Praise the Lord. Your neighbor. You should not harm your enemies. Praise the Lord. Your brothers and sisters. Right? But you have to say the right ways to them. You have to correct it. But you are not allowed to harm their life. You are not allowed to block their life, their blessings which our God has given to them. Praise the Lord. നമ്മൾ ഒരാളുടെ, നമ്മുടെ സഹോദരാളികളുടെ, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആരുടെയെങ്കിലും അവരുടെ ജീവിതത്തിന് മുന്നേറ്റമായിട്ട് നമ്മൾ തടഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ലീഗലായിട്ട് തന്നെ നമ്മളത് ക്യാൻസൽ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൊതുവായിട്ട് തടഞ്ഞിട്ട് പൊതുവായിട്ട് തന്നെ ക്യാൻസൽ ചെയ്തിട്ട് ദൈവത്തിന്റെ വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലാതെ ദൈവം നമ്മളോട് പുറക്കത്തില്ല. കാരണം അവർ ഗോഡ് ഈസ് എ റൈച്ചസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ എന്നെ കേൾക്കുന്ന എല്ലാവരും കർത്താവ് ചോദ്യം ചെന്നുവെച്ചാൽ ദാവീദിന്റെ വിജയത്തിന്റെ ലക്ഷണം എന്ന് വെച്ചാൽ ദാവീദ് കർത്താവിനെ അറിഞ്ഞില്ല. കർത്താവിന്റെ പ്രസൻസ് ദാവീദിനോടൊപ്പം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞു കഴിഞ്ഞാൽ സോ ഡേവിഡ് വെന്റ് ഓൺ ആൻഡ് ബിക്കം ഗ്രേറ്റ്, ആൻഡ് ദ ലോർഡ് ഗോഡ് ഓഫ് ഹോസ്റ്റ് വാസ് വിത്ത് ഹിം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് മലയാളത്തിൽ വായിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദാവീദ് മേൽ പ്രബലനായി തീരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കർത്താവിന്റെ വചനം നമ്മൾ എത്ര ബുദ്ധിമുട്ട് ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാലും
ഈ വചനം നമ്മളെടുത്ത് ഉപയോഗിക്കണം. എത്രമാത്രം തകർക്കുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാലും ഈ ദൈവം എന്നെ സഹായിക്കുമെന്നും പറയണം. എത്രമാത്രം ആൾക്കാർ നമ്മൾ ഒറ്റപ്പെടുത്തിയാലും ഈ ദൈവം എന്നെ ഉയർത്തുമെന്ന് പറയണം. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് ചെയ്ത ആ നല്ല കാര്യങ്ങൾ ഓർത്ത് നമ്മൾ സ്തോത്രം ചെയ്യണം കർത്താവിന്. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് നമ്മളെ വിടുവിച്ചില്ലേ? നമുക്ക് മറ്റുള്ളവരും കൈ നീട്ടാതെ ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റിയില്ല. ഇതിനെല്ലാം കർത്താവ് നമ്മൾ സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഒറ്റയുള്ളെന്ന്. നിങ്ങൾ ഒറ്റയല്ല. ഒരു സൈന്യഗണം നിങ്ങളുടെ ഒപ്പമുണ്ട്. സ്വർഗീയ സൈന്യഗണത്തോണ്ട് ഒപ്പമുണ്ട്. സ്വർഗീയ സൈന്യഗണം നമ്മോടൊപ്പമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാലാഖ ഗണം നമ്മുടെ ഒപ്പമുണ്ട്. ദൂത സൈന്യങ്ങൾ നമ്മുടെ ഒപ്പമുണ്ട്. യു ആർ നോട്ട് അറ്റ് ഓൾ അലോൺ. അതാണ് പറയുന്നത്. നമ്മൾ പിന്നെ റീഡിങ് ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 91. Our God will command his angels to get the protection for you. Praise the Lord. Your side 1,000 or right side 10,000, they will fall and they will get die or whatever. It will never come near to you because our God will command his angels to get the protection for you. Praise the Lord. Hallelujah. അതാണ് നമ്മുടെ കർത്താവിന് വചനം പറയുന്നത്. നമ്മുടെ വശത്ത് 1000 പേരും 10,000 പേരും വീഴും. പക്ഷെ എന്നാൽ ഇത് നമ്മുടെ അടുത്ത് വരത്തില്ല. കാരണം കർത്താവിന്റെ ശക്തിയും കരവും നമ്മുടെ ഒപ്പം ഉണ്ട്. അതാണ് ദാവീദ് രാജാവിനോട് പറഞ്ഞത്. കർത്താവ് പറഞ്ഞാൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ദാവീദ് മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിച്ചു. യുദ്ധത്തിൽ വിജയം വരിച്ചു. എല്ലാ സ്ഥലങ്ങളിലും ദാവീദിന് വിജയം കർത്താവ് കൊടുത്തു. എവിടെ കർത്താവ് ദാവീദ് പരാജയപ്പെട്ടിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നമുക്ക് ഈ സാഹചര്യത്തിൽ നമ്മൾ സെക്കൻഡ് സാമുവേൽ വായിക്കുവാണെങ്കിൽ ഈ സാഹചര്യത്തിന് എണ്ണ എടുക്കാനായിട്ട് പോയി. കർത്താവിന്റെ ശക്തിയെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയല്ല എണ്ണ എടുക്കാനായിട്ട് പോയത്. എത്ര ആൾക്ക് യുദ്ധ സൈന്യത്തിലുണ്ടെന്ന്, എത്ര ആൾക്കാരുണ്ടെന്ന് തടിവരം നോക്കാനായിട്ടുള്ള പോയത് ദാവീദ് ചെന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ കർത്താവ് 3 ഓപ്ഷൻ ദാവീദിന്റെ മുമ്പ് വെച്ചു. ശത്രുക്കളെ മേലിൽ ഒന്നെങ്കിൽ ശത്രുക്കളെ കീഴടക്കും, അല്ലെന്നുണ്ടെങ്കിൽ അതിൽ ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ മഹാമാരികൾ വരും. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ 2-3 ഓപ്ഷൻ ദാവീദിനെ മുമ്പിൽ വെച്ചു. ദാവീദ് പറഞ്ഞു, യഹോവയെ ശത്രുക്കളുടെ കയ്യിൽ ഏൽക്കപ്പെടുന്നതിനേക്കാളും ഭേദം യഹോവയുടെ കയ്യാൽ കയ്യിൽ ഞാൻ ഏൽപ്പിക്കപ്പെടുന്ന നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ദേശത്ത് മഹാമാരി വന്നു. ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു. ദാവീദിന്റെ ആ ദോഷത്വം കാരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ സൃഷ്ടിച്ച ദൈവത്തെ നമ്മളെ പരീക്ഷിക്കരുത്. കർത്താവിന്റെ ശക്തിയെ നമ്മളെ പരീക്ഷിക്കരുത്. നമ്മൾ കർത്താവിന്റെ ശക്തിയെ വിശ്വസിക്കണം. വി ഹാവ് ടു walk forward. Never keep any of the doubts in your heart about the power of the Lord. But God's power is a divine power. Our God's power is a divine power. Our God's power is a spiritual power. Praise the Lord. This mighty power can able to destroy and demolish all the works of the devil. Praise the Lord. Hallelujah. So that we have to trust in your God. This God can do the unbelievable miracle in your life. No matter what kind of situation, whatever you are facing. No matter how many number of people are standing against you. No matter how many number of nations are coming and standing against you. Our God's power can destroy all the nations. Praise the Lord. Because our God is the Almighty God. Praise the Lord. Hallelujah. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു വേണ്ടി പ്രാർത്ഥിക്കാണ്ടായിരിക്കുന്നു. ഓൺലൈൻ വായിക്കുന്ന ഓരോ വ്യക്തിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. Praise the Lord. Hallelujah. Glory be to God. പിതാവ് നന്ദിയോടെ സ്തുതിക്കാം. Heavenly Father, in the name of Jesus, I pray for each and every people, especially the people, those who are watching online. I pray for them. Thank you, God. You are touching lots of souls and giving the anointing and power to each and every people. Heavenly Father, I pray and bless each and every people, especially the people, those who are watching online. Watching ഓരോ വ്യക്തി പ്രാർത്ഥിക്കുന്നു. തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കയറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സലാമണി സോജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുര്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോഷു അംബാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ടോമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബെക്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Praise the Lord. Hallelujah. ആനിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Praise the Lord. Hallelujah. എമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Praise the Lord. Hallelujah. In the name of Jesus, I pray for Sister Emma right now. Sister Rachel right now. Praise the Lord. Hallelujah. Sister Peace right now. Tom right now. Diana right now. Lots of people, those who are watching online, I pray for them, especially I pray for the people, those who are watching from United Kingdom, the Europe, and Asia, and Africa, and North and South American nation countries. I pray for each and every people. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ ശക്തിയെ അയക്കുന്നു. കർത്താവിന്റെ ശക്തിയാൽ കർത്താവ് വേണ്ട സമയത്ത് കർത്താവ് സഹായം കിട്ടുന്ന ആൾക്കാർക്ക് അങ്ങ് സഹായം കൊടുക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ശക്തി എല്ലാവരും നിറയുന്നത്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് I declare in the name of Jesus a mighty, a powerful, wonderful revival from nation to nation, from city to city, especially the place where I'm right now, the United Kingdom. Holy Father, once again more I pray for all the people, those who are watching online. In Jesus' name. Amen. So God bless you. And I will God bless you. Thank you.